بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وإني لغفار لمن تاب وآمن وعمل صالحا ثم اهتدى. ബഹുമാന്യരായ വിശ്വാസിനികളെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്കും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾക്കും സുന്നത്തുകൾക്കും പരമാവധി വഴിപ്പെട്ട് മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും പരമാവധി ശ്രദ്ധിച്ച് നിരന്തരം പ്രാർത്ഥനാപൂർണമായ മനസ്സോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഉത്തമദാസന്മാരിൽ ഉൾപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ദിവസമാണിന്ന്. റമളാൻ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്രിബ് ബാങ്ക് മുതൽ റമളാനിൻ്റെ അവസാനത്തെ 10 ആരംഭിക്കുകയാണ്. 2 10കൾ കഴിഞ്ഞു പോയിട്ട് എന്തെല്ലാം നേടിയെന്നും ആ 2 10കളിൽ വന്ന വീഴ്ചകൾക്ക് ഇനി എന്താണ് പരിഹാരം ചെയ്യാനുള്ളത് എന്നും അതെങ്ങനെയായിരിക്കണമെന്നുമൊക്കെ ഒരു വിലയിരുത്തലാണ് നമ്മൾ ആദ്യം നടത്തേണ്ടത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആ പ്രത്യേക ആയത്ത് മൂസാ കലീമുല്ലാഹി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു ഓഫറാണത്, ഒരു വാഗ്ദത്തം. വഇന്നീ ലഗഫാറുൻ, മൂസാ, നാം എല്ലാ പാപങ്ങളും മാപ്പാക്കാൻ തയ്യാറുള്ളവനാണ്. ഗാഫിർ ഗഫൂർ എന്നൊക്കെ പറയുന്നതിൻ്റെ അങ്ങേ അറ്റത്തെ ആശയമാണ് ഗഫാർ എന്നതുകൊണ്ട് കിട്ടുക.
ചെറുതും വലുതുമായ ഒരു പാപവും ബാക്കിയില്ലാതെ തൻ്റെ അടിയാറുകളിൽ നിന്ന് വന്ന എല്ലാ പാപങ്ങളും, എല്ലാ വീഴ്ചകളും, എല്ലാ അബദ്ധങ്ങളും, എല്ലാ തെറ്റുകുറ്റങ്ങളും അടിമ ആവശ്യപ്പെട്ടാൽ അത് മാപ്പ് കൊടുക്കാൻ തയ്യാറുള്ളവനാകുന്നു ഞാൻ. വഇന്നീ ലഗഫാറുൻ. പക്ഷെ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 നിബന്ധനകൾ വെച്ചു. അതാണ് ഞാൻ പറഞ്ഞത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. വഇന്നീ ലഗഫാറുൻ ലിമൻ താബ. തൗബ ചെയ്യുന്നവർക്ക്, വന്നുപോയ വീഴ്ചകൾ കണ്ടറിഞ്ഞ് മനസ്സറിഞ്ഞ് തിരുത്തി ആത്മാർത്ഥമായി തെറ്റുപറ്റി എന്ന് സമ്മതിച്ച് ഇനി പറ്റുകയില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്ത് പറ്റിയ തെറ്റിൽ സങ്കടപ്പെട്ട അള്ളാഹുവോട് ഏറ്റുപറയുന്നതിന്റെ പേരാണ് തൗബ. ഈ 4 അതിലുണ്ടാവണം. തെറ്റുപറ്റി എന്നത് സമ്മതിക്കണം, തെറ്റുപറ്റിയതിൽ സങ്കടമുണ്ടായിരിക്കണം, ഇനി പറ്റുകയില്ല എന്ന് ഉറച്ച് തീരുമാനിക്കാൻ കഴിയണം. എന്നിട്ട് അല്ലാഹുവേ മാപ്പാക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് വഇന്നീ ലഗഫാറുൻ ലിമൻ താബ. കഴിഞ്ഞ 10-11 മാസങ്ങളായി ജീവിതത്തിൽ വന്ന വീഴ്ചകൾക്കും അതിനെല്ലാം അപ്പുറം കഴിഞ്ഞ 10-20 ദിനരാത്രങ്ങൾ കടന്നുപോയിട്ട് നേടിയെടുക്കാൻ കഴിയാത്ത നന്മകൾക്കും അബദ്ധങ്ങൾക്കും ഒക്കെയുള്ള ഒരു ഏറ്റുപറച്ചിലിന്റെ കാലമാണ് നമുക്ക് ഇനിയുള്ള ദിനരാത്രങ്ങൾ, രാവു പകലുകൾ. രണ്ടാമത്തേത് വഇന്നീ ലഗഫാറുൻ ലിമൻ താബ വ ആമന. നമ്മുടെ വിശ്വാസം ഒന്നുകൂടി ഒന്ന് പുതുക്കണം എന്നർത്ഥം. നമ്മൾ ഈമാനുള്ളവരല്ല എന്നല്ല അപ്പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ ഈമാൻ എപ്പോഴാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് അൽ ഈമാനു യസീദു ബിത്താഅത്ത് എന്നാണ്. നമ്മൾ ഇബാദത്തുകൾ അധികരിപ്പിക്കുന്നതിനനുസരിച്ച്, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുന്നതിനനുസരിച്ച്, പ്രാർത്ഥന അധികരിപ്പിക്കുന്നതിനനുസരിച്ച്, ദിക്റ് ദുആകളും സ്വലാത്തുകളും ധർമ്മങ്ങളും ഒക്കെ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതിനനുസരിച്ച് ഈമാൻ കൂടിക്കൊണ്ടേയിരിക്കും. അത് കുറയുന്നതിനനുസരിച്ച് ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അധ്യായത്തിന് തന്നെ പേരിട്ടത് അങ്ങനെയാണ്. അൽ ഈമാനു യസീദു വയൻഖുസു, യസീദു ബിത്ത്വാഅത്തി വയൻഖുസു ബിൽ മഅസിയാത്ത്. അബദ്ധങ്ങളും വീഴ്ചകളും ഈമാൻ കുറയുന്നതിന്റെ കാരണമായി മാറുന്നതോടൊപ്പം നന്മകളിൽ ഉറച്ചു നിൽക്കാനും നന്മ വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്നതിനനുസരിച്ച് ഈമാൻ കൂടുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഇനിയുള്ള 10 ദിവസങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്കും എല്ലാം കടന്നു പോകാനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അവസാനത്തെ 10 വരുമ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒക്കെ എങ്ങനെയായിരുന്നു എന്നതൊന്ന് തിരിച്ചറിയാൻ നമുക്കൊരു അവസരമാണിത്. അതുകൊണ്ടാണ് വഇന്നീ ലഗഫാറുൻ ലിമൻ താബ വ ആമന. മൂന്നാമത്തത് വഅമില സ്വാലിഹൻ. എന്തെല്ലാം സൽക്കർമ്മങ്ങളാണോ ചെയ്യാൻ പറ്റുക. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദു ഫീ യജ്തഹിദു ഫീ റമളാന മാലാ യജ്തഹിദു ഫീ ഗൈരിഹി. മറ്റു മാസങ്ങളിൽ ചെയ്തിരുന്നതിനേക്കാളൊക്കെ നന്മയും ഇബാദത്തുകളും അമലു സ്വാലിഹാത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ വരുമ്പോൾ കൂടുതൽ ചെയ്യാറുണ്ടായിരുന്നു. വഫിൽ യജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിരി മാലാ യജ്തഹിദു ഫീ ഗൈരിഹി. റമളാനിന്റെ തന്നെ അവസാനത്തെ 10 വന്നാൽ ആദ്യത്തെ 2 10കളിൽ ചെയ്തിരുന്നതിനേക്കാൾ കൂടുതൽ ഇബാദത്തുകൾ, കൂടുതൽ ഖുർആൻ പാരായണം, കൂടുതൽ ദിക്റുകൾ, കൂടുതൽ ദുആഉകൾ, കൂടുതൽ സ്വലാത്തുകൾ, കൂടുതൽ ദാനധർമ്മങ്ങൾ, കൂടുതൽ സുന്നത്ത് നമസ്കാരങ്ങളോടുള്ള താല്പര്യം നന്മകളായി കഴിഞ്ഞ 2-10 ദിവസങ്ങളിൽ ചെയ്തിരുന്നതിനേക്കാളും ഒക്കെ കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും അവസാനത്തെ 10ൽ വർദ്ധിപ്പിക്കുമായിരുന്നു. അപ്പൊ അവസാനത്തെ 10 കണ്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്ലഷർ അടിക്കേണ്ടതല്ല, ആവേശം കൊള്ളുകയല്ല വേണ്ടത്. പിന്നെയോ ഇബാദത്തുകളോട് കൂടുതൽ ഉത്സാഹം ഉണ്ടാവുക, കൂടുതൽ
കൂടുതൽ ഇബാദത്തിനു വേണ്ടി മാറിയിരിക്കുക എന്നതാണ് വേണ്ടത്. ലിമൻ താബ വ ആമന വ അമില സ്വാലിഹൻ സുമ്മഖ്തദാ. ഹിദായത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അത് കിട്ടാനുള്ള മാർഗങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവർക്കെല്ലാം റബ്ബ് മാപ്പാക്കിത്തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനനുസൃതമായിട്ടായിരുന്നു നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെയും അവസാനത്തെ 10 ദിനചര്യകൾ. നോക്കട്ടെ, നിങ്ങൾ അത് ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 ആയാൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന ചോദ്യത്തിന്റെ ആദ്യ മറുപടിയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, മറ്റു 10 ഉള്ളതിനേക്കാൾ കൂടുതൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ ആ വിഷയത്തിൽ ഒരു ശ്രദ്ധ കാണിക്കണം. എന്തായിരുന്നു റമദാനിലെ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപം? കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫു ഫിൽ അശ്റിൽ അവാഖിർ ഫി റമളാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 വന്നാൽ ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു പള്ളിയിൽ. ഒരു പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി, സാങ്കേതികമായി അള്ളാഹുവിന്റെ തൃപ്തി നേടുക എന്ന ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി മറ്റെല്ലാ ദുനിയാ കാര്യങ്ങളിൽ നിന്നും അകന്ന് അള്ളാഹുവിന്റെ ഭവനങ്ങളിലൊന്നിൽ, ജുമുഅ നടക്കുന്ന പള്ളികളിലൊന്നിൽ ഒരു പ്രത്യേക സ്ഥാനം നിർണയിച്ച് ആ സ്ഥാനത്ത് ഒതുങ്ങിയിരുന്ന ഇബാദത്തുകളിൽ മുഴുകുന്നതിന്റെ പേരാണ് ഇഅ്തികാഫ് എന്നത്. പള്ളിയിലാണെങ്കിൽ പോലും പള്ളിയിൽ ഏതിലെങ്കിലുമൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന് വൈകുന്നേരമാക്കലോ, കുറച്ചു നേരം ആ മൂലയിൽ ഖുർആൻ ഓതി പിന്നെ ഈ മൂലയിൽ വന്ന് ഖുർആൻ ഓതുന്നതോ അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെയും സുന്നത്തുണ്ടായിരുന്നത്. ഒരു പ്രത്യേക സ്ഥലം നിശ്ചയിക്കും, അവിടെ ഒരു തുണി വെച്ച് കെട്ടി മറക്കും. ആ തുണിക്കെട്ടിന്റെ മറയുടെ ഉള്ളിലാണ് അവർ ഒതുങ്ങിക്കൂടിയിരുന്നത്. ജമാഅത്ത് നമസ്കാരത്തിന് അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരും. ജമാഅത്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ പോയിരിക്കും. കുളിക്കാനും മലമൂത്ര വിസർജനത്തിനും ഒക്കെ പുറത്തിറങ്ങിപ്പോകും. അത് കഴിഞ്ഞാൽ അവിടെ തന്നെ വന്നിരിക്കും. കിതാബുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും, മരിച്ചിടത്തേക്ക് പോകാൻ പാടില്ല, പോവുകയില്ലായിരുന്നു. രോഗം കാണാൻ പോവുകയില്ലായിരുന്നു. അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങാതെ ഇബാദത്തുകളിൽ മുഴുകി ഒരിടത്ത് ചടഞ്ഞുകൂടിയിരിക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ 10 ഇബാദത്തുകളുടെ ഒരു രൂപം. സുമ്മ യഅ്തകിഫുന അസ്വാജഹു മിൻ ബഅദിഹി എന്നാണ്. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫു ഫീ അശ്റിൽ അവാഖിർ മിൻ റമളാന ഹത്താ തവഫാഹു അല്ലാഹു തആല സുമ്മ യഅ്തകിഫുന അസ്വാജഹു മിൻ ബഅദിഹി. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും അവിടുത്തെ ഭാര്യമാർ ഉൾപ്പെടെയുള്ളവർ റമളാനിൽ ഈ ഇഅ്തികാഫ് എന്ന സമ്പ്രദായം നിരന്തരമായി അനുസ്യൂതം തുടർന്ന് വന്നുകൊണ്ടേയിരുന്നു. അപ്പൊ നമ്മുടെ പള്ളികളിൽ ഇവിടെ ഉൾപ്പെടെയുള്ളവയിൽ അങ്ങനെ ഒരു ആരാധനാ സമ്പ്രദായം കൂടി ഉണ്ടാവണം. ഒപ്പം അങ്ങനെ ആളുകൾ ആവശ്യപ്പെട്ട് വരികയാണെങ്കിൽ അവർക്ക് രാത്രി ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാവുകയും വേണം. അത് പള്ളിയുടെ ചെലവിലല്ല നടക്കേണ്ടത്, ഇഅ്തികാഫിന് വരുന്ന ആളുകളുടെ തന്നെ ചെലവിൽ അത് നടക്കണം. ആ ഇബാദത്തുകൾ അപൂർണമായും അവരിൽ തന്നെയാണ്. മൂന്നാമത്തെ കാര്യം, ഒന്നാമത്തത് മൊത്തം ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുമായിരുന്നു, രണ്ടാമത്തത് ഇഅ്തികാഫായിരുന്നു, മൂന്നാമത്തത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദുൻ നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടുകാർക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ ഉദാര മനസ്കനായിരുന്നു, ധർമ്മിഷ്ഠനായിരുന്നു. വകാന അജ്വദു മിന റീഹിൽ മുർസല ഇദാ ജാഅൽ അശ്റുൽ അവാഖിർ. അവസാനത്തെ 10 വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കൊടുങ്കാറ്റ് പോലെയായിരുന്നു. കയ്യിൽ വരുന്നതെല്ലാം സ്വതക്കയായി ആവശ്യക്കാർക്കൊക്കെ നൽകിക്കൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അടുത്ത ഒരു റമദാൻ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ലാത്ത വണ്ണം ജീവിതത്തിലെ അവസാനത്തെ അവസരമായി നമ്മൾ ഇതിനെ കാണേണ്ടതും ഇതിനെ മുതലെടുക്കേണ്ടതും ഇതിനെ ഉപയോഗിക്കേണ്ടതുമുണ്ട് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഇഅ്തികാഫായി, ധർമ്മമായി, പിന്നെ ഉദാരതയായി, മൂന്നാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ
മിൻ ദംബിഹി. ലൈലത്തുൽ ഖദറാവാനുള്ള സാധ്യതയുള്ള ദിവസങ്ങളാണ് അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകൾ. ഉറൂറുയാക്കും ഖദ് തവാതഗത ഫിൽ അശ്റിൽ അവാഖിരി ഫിൽ വിത്രി ഫമൻ കാന മുതഹർരിഹാ ഫല്യതഹറഹാ ഫിൽ വിത്ർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു. സ്വഹാബികളിൽ പലർക്കും പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം എന്നതാണല്ലോ റമളാനിന്റെ പ്രത്യേകത. പരിശുദ്ധ ഖുർആൻ അവതരിച്ച ആ രാത്രിക്കാണല്ലോ നമ്മൾ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ആ ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യതയുള്ള രാത്രി ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അത് റമളാൻ മാസത്തിലാണെന്ന് ഉറപ്പാണല്ലോ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, അത് അവതരിച്ച രാവ് ലൈലത്തുൽ ഖദർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, അത് അങ്ങേയറ്റം അനുഗ്രഹീതമായ രാവാണ് എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നു. ആ രാവിന് ചില പ്രത്യേക ലക്ഷണങ്ങളുണ്ട് എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിച്ചു. പക്ഷെ ആ ലക്ഷണങ്ങൾ ആ രാവ് കഴിഞ്ഞ് പുലരുമ്പോഴാണ് മനസ്സിലാവുക എന്നും പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്നൊരു കാഴ്ചപ്പാട് ഇസ്ലാമിന്റെ നോക്കാണി. ആ രാവിന് പ്രത്യേകമായ ചില ലക്ഷണങ്ങളുണ്ട്. അതിൽ ഒരു ലക്ഷണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതിന്റെ പിറ്റേ ദിവസം ലൈലത്തുൽ ഖദറിന്റെ പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുമ്പോൾ അതിന് രശ്മികൾ ഉണ്ടാവില്ല എന്നാണ്. അപ്പോഴാ മനസ്സിലാവുക കഴിഞ്ഞു പോയിട്ടാ അല്ലേ. റമളാൻ മാസം വന്നിട്ട് സൂര്യൻ ഉദിക്കണത് ഇത്ര ആൾ കണ്ടു എന്ന് ചോദിച്ചാൽ നമ്മളാരും കണ്ടിട്ടുണ്ടാവില്ല. കാരണം വൈകുന്നേരമായ നേരം വെളുക്കോളം ഇബാദത്തിൽ മുഴുകി സുബഹി നിസ്കരിച്ച അല്ല പാപ്പാരെ എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ. ഉറക്ക അവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ലൈലത്തുൽ ഖദറാവാനുള്ള സാധ്യതയുള്ള രാവിന്റെ ലക്ഷണങ്ങൾ സ്വഹാബത്തിൽ ചിലർക്ക് ബോധ്യപ്പെടുകയുണ്ടായി. അങ്ങനെ ബോധ്യപ്പെട്ടത് റമളാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ പലതിലുമായിരുന്നു. അതിങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പലർ വന്ന് പറഞ്ഞപ്പോ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉറൂറുയാക്കും ഖദ് തവാതഅത് ഫിൽ അശ്റിൽ അവാഖിരി ഫിൽ വിത്ർ, നിങ്ങൾക്ക് ലൈലത്തുൽ ഖദറിന്റെ അനുഭവമുണ്ടായ രാവുകളൊക്കെയും പരിശോധിച്ചപ്പോൾ എനിക്ക് അതൊക്കെയും റമളാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിലായിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്, അതിൽ ഒന്നാമത്തെ രാവാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് അല്ലേ. ഉറൂറുയാക്കും ഖദ് തവാതഅത ഫിൽ അശ്റിൽ അവാഖിരി ഫിൽ വിത്ർ, റമളാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിലാണ് നിങ്ങളിൽ പലർക്കുമുണ്ടായ അനുഭവങ്ങളെല്ലാം എന്നെനിക്ക് മനസ്സിലായി. ഏത് രാവാണെന്ന് കൃത്യമായി പറയാൻ എനിക്കറിവില്ല. അങ്ങനെ ഒരു അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ മറക്കുകയും എനിക്കത് മറന്നുപോയി. ഞാൻ അത് മറക്കുന്നത് നിങ്ങൾക്ക് ഉപകാരമായിരിക്കാം. ലഅല്ലഹു റഹ്മത്തുല്ലക്കും, അത് നിങ്ങൾക്ക് ഗുണമായിരിക്കും. അപ്പോൾ ഈ 5 രാവുകൾ നമ്മൾ അതിനു വേണ്ടി മെനക്കെട്ടിരിക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ ടാസ്കായി മാറേണ്ടത്. അത് പള്ളിയിലാവാം, അത് വീട്ടിലാവാം. രാത്രി മുതൽ മഗ്രിബ് മുതൽ സുബ്ഹി വരെ പരമാവധി സമയത്ത് ഇബാദത്തുകളിൽ മുഴുകിയിരിക്കുക. പള്ളിയിലാണ് ഇരിക്കുന്നത് എങ്കിൽ പള്ളിയാണ് സഹബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, അള്ളാഹ്ക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന ചോദ്യത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അത് അള്ളാന്റെ പള്ളിയാണെന്ന. അപ്പൊ പള്ളിയോളം ബർക്കത്താക്കപ്പെട്ട ഒരു സ്ഥലമല്ല നമ്മുടെ വീട് എന്നതിനാൽ പരമാവധി പള്ളിയിൽ തന്നെ ചെലവഴിക്കാൻ ശ്രമിക്കുക. തഹർരിയത്ത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് പേരിട്ടത്. ഫമൻ കാന മുതഹർരിഹാ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന ആളുകൾ, പ്രതീക്ഷിച്ചിരിക്കാൻ തീരുമാനിച്ച ആളുകൾ, ഫല്യതഹറഹാ ഫിൽ അശ്റിൽ അവാഖിരി ഫിൽ വിത്ർ, അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ അതിനു വേണ്ടി കാത്തിരിക്കട്ടെ, പ്രതീക്ഷിച്ചിരിക്കട്ടെ. ഇപ്പൊ വീടുകളിലായാലും വേണ്ടില്ല, പള്ളിയിലുമായാലും വേണ്ടില്ല, ഉറങ്ങാൻ വേണ്ടിയിട്ട് വന്നിരിക്കാതെ ഇബാദത്തെടുക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി വന്നിരിക്കുക. അത് നിർവഹിക്കുന്നതിനിടയിൽ സ്വാഭാവികമായി ഉറക്കു വരികയാണെങ്കിൽ അത് നമ്മുടെ നിയന്ത്രണത്തിൽ പെടാത്ത സംഗതിയാണ്. നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെടുകയില്ല എന്ന് ഹദീസുകൾ പരിശോധിച്ചാലും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാലും മനസ്സിലാകും. പക്ഷെ ഉറങ്ങാനുള്ള നെയ്യത്തോടുകൂടി തലയണയും പുറപ്പും ഒക്കെ കൂടെ ആയിട്ട് പോരണ്ട. കാരണം ഇത് ബോധ്യപ്പെടുത്തേണ്ട അള്ളാഹു സുബ്ഹാനഹു വ തആല ആണല്ലോ. വീട്ടിൽ നിന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ അള്ളാഹ്ക്ക് അറിയാം അത് പോക്ക് അതിനുള്ളതല്ല.
ഇത് പോക്ക് ഇബാദത്തിനുള്ളതല്ല എന്ന് അള്ളാഹ്ക്ക് മനസ്സിലാകും. അപ്പൊ അങ്ങനത്തത് വേണ്ട. നമ്മൾ വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും പരമാവധി സമയം ഇബാദത്തെടുക്കുക. വിശുദ്ധ ഖുർആൻ പാരായണം. ഇന്ന നാസിഅത്തൽ ലൈലിഹി അശദ്ദു വതഅൻ വഅഖ്വമു ഖീല. അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ഏറ്റവും മെച്ചപ്പെട്ട സമയം രാത്രിയുടെ അവസാന യാമങ്ങളാണ്. ഖാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അവർ രാത്രി ഉറക്കം കുറവാക്കി അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തും. പ്രത്യേകിച്ച് പത്താഴം കഴിക്കുന്ന സമയങ്ങളിൽ അവരാണ് വിശ്വാസികളെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. പ്രാവർത്തികമാക്കാൻ പറ്റിയ മാസമാണിത്. എന്താണ് ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന ആയത്താണ് മറുപടിയായി വന്നത്, സൂറത്താണ് മറുപടിയായി വന്നത്. അത് അവതരിക്കാനുള്ള ഒരു സാഹചര്യം കൂടി പറഞ്ഞാൽ ഇത് പൂർണ്ണമാകുമെന്ന് തോന്നുന്നു. സ്വഹാബത്ത് ഇങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം അലൈഹിസ്സലാമിന്റെയും നൂഹ് നബി അലൈഹിസ്സലാമിയുടെ ഒക്കെ പ്രായത്തെക്കുറിച്ച് അവരെ പഠിപ്പിച്ചു. അവരൊക്കെ 1000 വർഷം ജീവിച്ചിരുന്നവരാണ് എന്ന് പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പോയപ്പോ അവർ പറഞ്ഞു, പടച്ചോനെ 1000 വർഷം ജീവിച്ച ആളുകളുടെ ഒപ്പം നമുക്ക് ഈ 10-65 കൊല്ലം ജീവിച്ചിട്ട് ഇബാദത്തെടുത്തിട്ട് എത്താൻ പറ്റൂലല്ലോ. എന്തായിരിക്കും നമ്മളെ അവസ്ഥ? ഓർക്കൊക്കെ പഠിച്ചവൻ 1000 കൊല്ലം ആയുസ് കൊടുത്തിട്ട് ഇബാദത്തെടുക്കാൻ. അപ്പൊ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് വന്നത്, നിങ്ങളുടെ ഓരോ സൽക്കർമ്മങ്ങൾക്കും മുൻഗാമികൾക്കും ഒരു പ്രതിഫലമാണ് ഒരു സൽക്കർമ്മത്തിനുണ്ടായിരുന്നത് എങ്കിൽ ഈ ഉമ്മത്തിന് അത് 1-10 ഇരട്ടിപ്പിച്ച് അള്ളാഹു നൽകും. വൽ ഹസനത്തു ബി അശറത്തി അംസാലിഹാ, 10 നൽകും എന്ന് പറഞ്ഞ് അവരെ ഒന്ന് സമാശ്വസിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വന്ന് അവരുടെ അരികിലിരിക്കുമ്പോൾ ഒരു കഥ പറഞ്ഞു. ബനൂ ഇസ്രായേലിൽ ഒരു വലിയുണ്ടായിരുന്നു. ആ വലിയ 183 കൊല്ലക്കാലം ജീവിച്ചു. തിരിച്ചറിവെത്തിയ അന്നു മുതൽ അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കാനും അള്ളാഹിന്റെ മാർഗത്തിന്റെ വിജയത്തിനും വേണ്ടി ധീരമായി പ്രവർത്തിച്ച് അതിനിടയിൽ മരണപ്പെട്ടു പോയ ഒരു മഹാനായ വലിയന്റെ കഥ പറഞ്ഞു. അപ്പോൾ സഹാബികൾക്ക് അതിനേക്കാൾ വലിയ സങ്കടമായി. അത്രയൊന്നും കൊല്ലം ഇബാദത്തുകളിൽ തന്നെ മുഴുകി ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ, അവരേക്ക് അടുത്തേക്ക് എത്താൻ എന്താ ഇപ്പൊ നമുക്കൊരു മാർഗം എന്ന് ആലോചിച്ചിരിക്കുന്നവർക്കിടയിലേക്കാണ് നമ്മളെ മാനിമൊലിയുടെ പരിഭാഷ വായിച്ചാതൊക്കെ കിട്ടും അവിടെ കേട്ടോ. ആ ആലോചിച്ചിരിക്കുന്നവർക്കിടയിലേക്കാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ എന്ന് വന്നത്. അതിനല്ലേ മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് ഞാൻ ലൈലത്തുൽ ഖദറിനെ പ്രധാനപ്പെട്ടതാക്കി തന്നത്. വിശുദ്ധ ഖുർആൻ അവതരിച്ച ആ രാവിന്റെ പ്രത്യേകത ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തെക്കാൾ പുണ്യം ഒരൊറ്റ രാവ് കൊണ്ട് സമ്പാദിക്കാൻ പറ്റുന്ന അത്യപൂർവ രാവാണത്. സുബ്ഹാനല്ലാഹ്. 1000 മാസം എന്നാൽ 83 വർഷവും 4 മാസവുമാണ്. 83 വർഷം മുതൽ നിരന്തരമായി ഇബാദത്തെടുത്ത് അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക് ഉയർന്ന ആ വലിയനെ നമുക്ക് മറികടക്കാൻ കഴിയുമെന്ന അത്യപൂർവമായ ഓഫർ പ്രഖ്യാപിച്ച രാവാണ് ലൈലത്തുൽ ഖദർ എന്നത് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന സംഗതിയാണ്. പക്ഷേ അതിനും ഈ സമുദായത്തിന് നേരല്ലാതെ വന്നാലോ, ആ രാത്രിയിൽ പരമാവധി ഒന്ന് ഇരുന്ന് നോക്കാൻ ഒരു താല്പര്യമില്ലാതെ വരുന്ന ഒരു അവഗണന ഉണ്ടായാൽ എങ്ങനെ? ബില്ലാഹി വആയാതിഹി വറസൂലിഹി കുന്തും തസ്തഹ്സിഊൻ. അള്ളാനെ കൊണ്ടാണ് ഇപ്പൊ കളിയില്ലേ, അള്ളാന്റെ ആയത്തുകളോടാണ് കളി, അള്ളാന്റെ റസൂലിനോടാണ് കളി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ നമ്മളോട്? അത് വേണ്ടട്ടോ, അത് അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു 10 ദിവസങ്ങൾ നമ്മൾ ഒരുങ്ങി ഇറങ്ങുക. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമളാന്റെ അവസാനത്തെ 10 എന്തായിരുന്നു? 1 ഇബാദത്തുകൾ വർദ്ധിപ്പിക്കും, 2 ഇഴ്തികാഫിരിക്കും, 3 ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കും. 4-മത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായി പറഞ്ഞു വരുന്നത് അറിയോ? അഹ്യാ ലൈലഹുന,
അഹിയാലൈലഹു വഅയ്ഖല അഹ്ലഹു വസദ്ദ മിഅ്സറഹു എന്നാണ് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ജാ അൽ അശ്റുൽ അവാഖിർ, അവസാനത്തെ 10 വന്നാൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹിയാലൈലഹു, രാത്രി പകൽ പോലെ തന്നെയായിരുന്നു കണ്ടിരുന്നത്. പകലിനെ പോലെ രാത്രിയും ഊർജ്ജസ്വലതയോടുകൂടി ഇബാദത്തുകളിൽ മുഴുകുമായിരുന്നു. വഅയ്ഖല അഹ്ലഹു, കുടുംബത്തെയും കൂടെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഒറ്റക്കിരിക്കല്ലേ ഇജു ആമാളെ, ഇജുപാടി ഒന്ന് നെയ്ച്ചാനിട 2 ജുസു ഖുർആൻ ഓതിക്കാണി, ഒന്ന് ദ്വയർന്നാണി എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ കുടുംബത്തെ ഒക്കെ കൂടെ കൂട്ടുമായിരുന്നു. വസദ്ദ മിഅ്സറഹു, ആരാധനക്ക് വേണ്ടിയാണ്ട് അരമുറുക്കി കിട്ടുമായിരുന്നു, ഒരുങ്ങിയിറങ്ങുമായിരുന്നു. ആ ഒരു ഒരുങ്ങിയിരുത്ത ഇറക്കത്തിന്റെ കുറവ്, ആ ഒരു മാറ്റിവെക്ക, അള്ളാഹ്ക്ക് വേണ്ടി കുറച്ച് ദിവസം കുറച്ച് രാവുകൾ മാറ്റിവെക്കാനുള്ള ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു എന്നും കൂടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണ്ടേ. ലഖദ് ഗഫറല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, ജീവിതത്തിൽ ഒരു വീഴ്ചയും സംഭവിക്കാത്ത അത്ഭുതകരമായ ജീവിതം നയിച്ച മഹാമനീഷിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരിയ വല്ല നോട്ടക്കുറവുകളും വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പൊറുത്തിട്ടുമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതകാലത്ത് തന്നെ പരസ്യമായി അഭിനന്ദിച്ച ലഖദ് ഗഫറല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അങ്ങനെയുള്ള മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 10 രാവുകൾ ഇതിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അബദ്ധങ്ങളുടെ ഘോഷയാത്രയാണ് നമ്മുടെ ജീവിതം. നമുക്കറിയാം, വീഴ്ചകളുടെ പരമ്പരയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അറിഞ്ഞോ അറിയാതെയോ നിസ്സാരവൽക്കരിച്ചു പോയ ഇബാദത്തുകളുടെ കണക്കെടുത്താൽ അതൊരു മലയോളം വലുപ്പമുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള നമ്മളോടാണ് അള്ളാഹു പറഞ്ഞത്, വൈന്നീ ലഗഫാറുൻ, ഞാൻ നിങ്ങൾക്ക് അതെല്ലാം മാപ്പാക്കി തരാം. ലിമൻ താബ, നിങ്ങളത് ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ, വആമന, ഇബാദത്തുകളിലൂടെ നിങ്ങൾ ഈമാൻ നന്നാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, വഅമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, സുമ്മഹ്തദ, ഹിദായത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കെൽപ്പ് നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞത് നമ്മളോടാണ്. എന്നിട്ട് നമ്മുടെ ശാരീരികവും മാനസികവുമായ എല്ലാ വീഴ്ചകളും ദൗർബല്യങ്ങളും അറിയാവുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വേണ്ടടോ, ഈ ഒരു 10 ദിവസം ഒന്ന് മെനക്കെട്ടിരുന്നാൽ നിങ്ങൾക്ക് ഞാൻ ഇന്നതൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ചെയ്യാതെ ഇവിടെ നിന്നെങ്ങാനും അല്ലാഹനെ കണ്ടുമുട്ടേണ്ടി വരുമ്പോൾ നമ്മളിൽ വല്ല വീഴ്ചകളും പിന്നെയും ഉണ്ടെങ്കിൽ മുഅ്മിനീങ്ങൾ പഠിക്കേണ്ടത് എന്താ അറിയോ? മിമ്പറിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞത് നമുക്കറിയാലോ. പ്രാർത്ഥന സ്വഹാബികൾ ആരും കേട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ 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 എന്ന് 2-3 തവണ പറഞ്ഞു. മിമ്പറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, എന്തപ്പോ പതിവില്ലാത്തൊരു ആമീൻ പറച്ചില്, എന്തെന്നുണ്ടായത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ വന്ന് 3 പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എനിക്ക് ആമീൻ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാതെ പോയി, കഴിഞ്ഞില്ല. ആത്മാർത്ഥമായി തന്നെ ഞാൻ പറഞ്ഞു, എന്തായിരുന്നു നബി ആ പ്രാർത്ഥന, കേൾക്കട്ടെ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത്, ഒന്നാമത് ജിബ്രീൽ പ്രാർത്ഥിച്ചത്, വൃദ്ധരായ മാതാപിതാക്കൾ ജീവിച്ചിരുന്നിട്ട് അവരെ ശുശ്രൂഷിച്ച് അവരെ സ്നേഹിച്ച് സ്വർഗം നേടാൻ കഴിയാത്തവൻ ശപിക്കപ്പെടട്ടെ എന്നാണെന്നാ. എനിക്ക് ആമീൻ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. മുഅ്മിനീങ്ങൾ കേട്ടോളിട്ടോ. രണ്ടാമത് ജിബ്രീൽ പ്രാർത്ഥിച്ചത്, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ ശപിക്കപ്പെടട്ടെ എന്നാണ്. എനിക്ക് ആമീൻ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. മുഹമ്മദ് എന്ന് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം വരണം നാവില്, വരണം മുസൽമാന്റെ നാവില്. നബി എന്ന് കേൾക്കുമ്പോ, റസൂൽ എന്ന് കേൾക്കുമ്പോ അവന് എവിടെയാണെങ്കിലും വരണം, അറിയാതെ നാവില് ആ ഒരു സ്വലാത്ത് അവന് വരണം. അപ്പോഴാണ് അവൻ ആരാവുക? മുസ്ലിം ആവുക. അപ്പോഴാണ് അവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടദാസന അനുയായി ആവുക. അത് ചെയ്യാത്തവൻ ശപിക്കപ്പെടട്ടെ എന്ന് ജിബ്രീൽ പറഞ്ഞു, പ്രാർത്ഥിച്ചു, ആമീൻ പറഞ്ഞു ഞാൻ. മൂന്നാമത്തതോ, റമളാൻ വരുന്നു. അയാൾ റമളാൻ മാസം കണ്ടപ്പെടുപെടുണ്ട്, ശവ്വാൽ മാസം കണ്ടപ്പെടുപെടുണ്ട്. ഒരു കുഴപ്പവും അയാൾക്ക് ആരോഗ്യത്തിനും മറ്റു കാര്യങ്ങൾക്കൊന്നുമില്ല. എന്നിട്ടും അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ പോകുന്നുവെങ്കിൽ ശപിക്കപ്പെടട്ടെ അയാളെന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴും ഞാൻ ആമീൻ പറഞ്ഞു. മുഅ്മിനീങ്ങളെ,
നിങ്ങൾ ആലോചിച്ചോണ്ടിട്ടോ, അമ്മാതിരത്തൊരു ദിവസങ്ങളുടെ അവസാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്നുകിൽ സ്വർഗത്തിലേക്ക്, അതല്ലെങ്കിൽ ശാപത്തിലേക്കാണ് ഈ പോക്ക് എന്ന തിരിച്ചറിവ് ഈ സമുദായത്തിൽ ഉണ്ടാവണം, നമുക്കെങ്കിലും ഉണ്ടാവണം. അത് നമ്മുടെ മക്കളിലേക്ക് പകരണം. അങ്ങനെ ഒരു സാർത്ഥകമായ, സഫലമായ, മനസ്സിന് സായുജ്യം ലഭിക്കുന്ന, സംതൃപ്തി ലഭിക്കുന്ന, പുതിയൊരു ഈമാനിന്റെ കുളിരനുഭവിക്കാൻ കഴിയുന്ന, ഒരു ഈമാനിന്റെ പ്രകാശം മനസ്സിലും കണ്ണിലും മുഖത്തും നിലനിർത്താൻ കഴിയുന്ന, വാക്കിലും പെരുമാറ്റത്തിലും തഖ്വ നിലനിർത്താൻ കഴിയുന്ന രൂപത്തിലുള്ള ഇബാദത്താക്കി ഈ 10 ദിവസങ്ങളെ കൂടി മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ വഹബീബിനാ വശഫീഇനാ വസഫിയ്യിനാ മുഹമ്മദിൻ അമീൻ വഅലാ ആലിഹി വസഹാബിഹിൽ ഫായിസീനൽ മുജാഹിദീന ഫീ സബീലില്ലാഹ് വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ വഹസ്സുന ഉലൈക റഫീഖ അമ്മാ ബഅദ് അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ വഖൂനൂ ഇബാദല്ലാഹ്. ആദരണീയരായ സഹോദരങ്ങളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്ക്, പരിശുദ്ധ റമളാനിൻ്റെ പവിത്രതയ്ക്ക് ഉതകുന്ന രൂപത്തിലുള്ള ജീവിതം നയിക്കാൻ, ഈമാനോടെ തഖ്വയോടെ മരണത്തെ പുൽകാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക. നിരന്തരം പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാനിൽ നിന്ന് ഒരിക്കലും വേർപെടുത്തിയെടുക്കാൻ കഴിയാത്തൊരു കാര്യം, റമളാനിൻ്റെ പോരിശയും അതിൻ്റെ ഫലായിലുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം, റമളാനിൻ്റെ ലക്ഷ്യങ്ങളെ നിർണയിച്ചതിന് ശേഷം, റമളാനിൻ്റെ വിധിവിലക്കുകളിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് മുഅ്മിനീങ്ങൾ നല്ല പഠിച്ചു വെക്കേണ്ട രീതിയാണത്. റമളാനിൽ നോമ്പ് നിർബന്ധമാണെന്ന് പറയുന്നു, നോമ്പ് കൊണ്ടുള്ള ഗുണങ്ങൾ പറയുന്നു, നോമ്പിൻ്റെ ലക്ഷ്യങ്ങൾ പറയുന്നു. ആദ്യത്തെ 3-4 ആയത്തുകളിൽ, 6ാമത്തെ ആയത്തിൽ പിന്നീട് റമളാനിൻ്റെ വിധിവിലക്കുകൾ പറയുന്നു. ഇതിന് രണ്ടിനുമിടയിൽ ഒരായത്ത്, വിധിവിലക്കുകൾക്കും ലക്ഷ്യങ്ങൾക്കും ഇടയിൽ ഒരായത്ത്. ആ ആയത്ത് വേറിട്ട് നിൽക്കുന്ന സ്വതന്ത്രമായൊരു വിഷയമായിട്ടാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ ഫൽയസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ എന്നതാണ് ആയത്ത്. എൻ്റെ അടിയാറുകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഉറപ്പിച്ച് പറഞ്ഞു കൊടുക്കണം അവർക്ക്. ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ സമീപസ്ഥനാണ്, തൊട്ടടുത്തുണ്ട്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവരുടെ ജീവനാഡിയേക്കാൾ അടുത്ത് ഞാനുണ്ട്. മൂസാ നബിയോട് അതൊന്നുകൂടി ചേർത്താണ് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇന്നി മഅകുമാ അസ്മഉ വ അറാ, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളെ കണ്ടും കേട്ടും നിങ്ങളോടൊപ്പമുണ്ട്. ഫഇന്നി ഖരീബ്, പഠിപ്പിക്കവരെ. എന്നിട്ട് എന്താ പഠിപ്പിക്കാൻ പറയണോ? ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, എന്നെ ഒരാൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അയാൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ഞാൻ അവർക്ക് നൽകും എന്നവരോട് പറയണം. പ്രാർത്ഥനയാണ് അല്ലേ? നോമ്പിന്റെ വിധിവിലക്കുകൾക്കും നോമ്പിന്റെ ലക്ഷ്യങ്ങൾക്കും ഇടയിൽ കൊണ്ടുവന്നു വെച്ച ആയത്ത് പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിന്റെ റമളാൻ മാസത്തിനിട്ട പല പേരുകളിൽ ഒന്ന് വഹുവ ശഹ്റു ദുആ എന്നാണ്. ഇത് പ്രാർത്ഥനയുടെ മാസമാകുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, ലിസ്വാഇബി ഫർഹത്താൻ, ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി, നോമ്പുകാരന് 2 സമയത്ത് സന്തോഷിക്കാം. ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുണ്ടാകുന്ന സാധാരണ സന്തോഷം, വ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി, മറ്റൊന്ന് റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. എന്താണ് സന്തോഷത്തിന്റെ പിറകിൽ? നമ്മുടെ പ്രാർത്ഥനയൊക്കെ കേട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്ന റബ്ബിനെ നമുക്ക് കാണാൻ കഴിയുക എന്ന സന്തോഷം. അതുകൊണ്ട് തന്നെ ലിസ്വാഇമി ദുആഉൻ ലാ യുസ്തജാബു ലാ തുറദ്ദു ഇൻദ ഫിത്രിഹി, നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പ് നോമ്പുകാരൻ നടത്തുന്ന പ്രാർത്ഥന തടയപ്പെടുകയില്ല.
അതിന് ഉത്തരം ലഭിക്കും. നോമ്പുകാരൻ രാത്രികാലങ്ങളിൽ നടത്തുന്ന പ്രാർത്ഥന തടയപ്പെടുകയില്ല, അതിന് ഉത്തരം ലഭിക്കും. അത്താഴ സമയത്ത് സുബഹി ബാങ്കിന് മുമ്പ് അവൻ നടത്തുന്ന പ്രാർത്ഥന തടയപ്പെടുകയില്ല, ഉത്തരം ലഭിക്കും. ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം അവൻ നടത്തുന്ന പ്രാർത്ഥന തടയപ്പെടുകയില്ല, ഉത്തരം ലഭിക്കും. മാ ബൈന കുല്ലി അദാനൈനി ദുആഉം മുസ്തജാബ. ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ പള്ളിയിൽ വന്നിരിക്കുന്നവരും അല്ലാത്തവരും ആ സമയത്ത് നടത്തുന്ന പ്രാർത്ഥന തടയപ്പെടുകയില്ല. ഇതൊക്കെ നോമ്പുകാരന്റെ കാര്യത്തിൽ അവൻ എപ്പോഴും കഴിയുന്ന രൂപത്തിലാണ് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സമയങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നോമ്പാണ്. നമ്മൾ ഈ സമയങ്ങളിലൊക്കെ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പള്ളിയിലുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ അവിടെ വെറുതെ ഇരിക്കുകയാണ്, ബാങ്ക് കൊടുക്കണമെന്നുണ്ട് കേട്ട്. തറാവീഹ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ നമ്മൾ ഫ്രീ ആണ്. അത്താഴ സമയം കഴിഞ്ഞ് സുബഹി കഴിഞ്ഞവരെ, സുബഹി ബാങ്ക് വിളിക്കുന്നവരെയും നമ്മൾ ഫ്രീ ആണ്. ഇതെല്ലാം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ്. നോക്കൂ നിങ്ങള്, റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, പ്രാർത്ഥിക്കുവീൻ, തൗബ ചെയ്യുവീൻ, അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകും. യുർസിലി സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് അവൻ മഴ നൽകും. എന്ത് ചെയ്താല്? പ്രാർത്ഥിച്ചാൽ, ഇസ്തിഗ്ഫാർ നടത്തിയാൽ. വയജഅൽ ലക്കും ജന്നാത്തിൻ വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ, നിങ്ങൾക്ക് അവൻ സന്താന സൗഭാഗ്യവും സമ്പത്തും നൽകും. വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ, നിങ്ങളുടെ കാർഷിക വിളകളിലും ജലസ്രോതസ്സുകളിലും അല്ലാഹു ബറക്കത്ത് നൽകും. ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി യുമത്തിഉക്കും മതാഅൻ ഹസന, അല്ലാഹു നിങ്ങൾക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരും. ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിച്ചാൽ. വയസിദുക്കും ഖുവ്വത്തിക്കും, നിങ്ങൾക്ക് ഇപ്പോഴുള്ള ശക്തിയേക്കാൾ കൂടുതൽ ബലവും ശക്തിയും സ്വാധീനവും നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, റബ്ബി റഹീമും വദൂദ്, അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കും, അള്ളാഹുവിന്റെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് നിങ്ങൾക്ക് ലഭിക്കും എന്നതൊക്കെയും ഖുർആൻ ചേർത്ത് പറഞ്ഞത് ഇസ്തിഗ്ഫാറിനോടും തൗബയോടും ചേർത്താണെന്ന് മുഅ്മിനീങ്ങൾ മറക്കാതിരിക്കുക. അപ്പോൾ റമദാൻ എന്നത് പ്രാർത്ഥനയിലൂടെ മനസ്സിനെ ഉരുക്കിയെടുക്കേണ്ടുന്ന കാലമാണ്. പ്രാർത്ഥനയിലൂടെ ഇബാദത്തുകളെ വിശുദ്ധമാക്കേണ്ടുന്ന കാലമാണ്. ഉരുകിത്തെളിഞ്ഞ മനസ്സോടെ, മലിനമില്ലാത്ത വിമലമായ മനസ്സോടെ, ശരീരത്തോടെ ആത്മാർത്ഥമായ ഇബാദത്തുകളിൽ മുഴുകി അള്ളാഹുവിലേക്ക് അണയാൻ ഒരു അടിമക്ക് കിട്ടുന്ന അപൂർവ ഓഫറുകളുടെ കാലത്തിന്റെ അവസാന പത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് പ്രിയപ്പെട്ടവർ ചുരുക്കത്തിൽ ചെറുതായി കാണാതിരിക്കുക. ഇനി ഒരു അവസരം എന്നിങ്ങനെ കിട്ടാനുണ്ടാവില്ല എന്നത് ഉറച്ച തിരിച്ചറിവ് നമുക്കുണ്ടാവുക. പരമാവധി വിനിയോഗിക്കുക. അവസരങ്ങൾ നമ്മളെ കാത്തു നിൽക്കുകയില്ല, അത് കടന്നുപോയിക്കൊണ്ടേയിരിക്കും. അവസരങ്ങളെ കാത്ത് നമ്മളിരിക്കുകയും കിട്ടിയ അവസരം പരമാവധി വിനിയോഗിക്കുകയും ചെയ്യുന്നവർക്കുള്ളതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, യാ ഹസ്രത അലാ മാ ഫറത്തു ഫീ ജംബില്ലാ, പടച്ചവരെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കിട്ടിയ സമയം ഞാൻ ഉപയോഗപ്പെടുത്തിയില്ലല്ലോ എന്ന് നിലവിളിക്കേണ്ടി വരും. ഔ തഖൂല നഫ്സുൻ ലൗ അന്നലി കറത്തൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ, ഒരു ചാൻസും കൂടി കിട്ടിയാൽ നന്നായിരുന്നു എന്ന് നിലവിളിക്കേണ്ടി വരും എന്നതൊക്കെ നമ്മൾ കേട്ടതാണ്, പഠിച്ചതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓർമ്മപ്പെടുത്തലാണ് ഇസ്ലാമിന്റെ ബാധ്യത, ഓർമ്മപ്പെടുത്തലാണ് മുസൽമാന്റെ പരസ്പരമുള്ള ബാധ്യത. ആ ഓർമ്മപ്പെടുത്തൽ തുടർന്നുകൊണ്ടിരിക്കുക, നന്മയിലേക്ക് കൂടുതൽ കൂടുതൽ ആകർഷിക്കപ്പെടുക, നന്മയോട് കൂടുതൽ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാനെ കണ്ടുമുട്ടണമെന്ന ആവേശത്തീരിലാണ് ഞാനിപ്പോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാനെ കണ്ടുമുട്ടണം, അള്ളാന്റെ തൃപ്തി തേടണം, അള്ളാന്റെ കുരുത്തം നേടണം, അള്ളാന്റെ പൊരുത്തം നേടണം, അള്ളാഹുവിന്റെ ഇഷ്ടം നേടണം എന്ന ആവേശമാണ് എന്റെ വാഹനം. ആ ആവേശത്തേരിലേറിയാണ് എന്റെ ജീവിതയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ റസൂലിലാണ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വ ഹസന എന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക.
നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. മനസ്സ് വിമലമാക്കാൻ ശ്രമിക്കുക. കളങ്കമറ്റ മനസ്സോടെ ശരീരത്തോടെ റബ്ബിനെ കണ്ടുമുട്ടാൻ ഞാൻ ഈ കാലം പരമാവധി വിനിയോഗിക്കുമെന്ന് ഉറച്ച് തീരുമാനിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടത്തിലേക്ക് ഉയരാൻ കിട്ടുന്ന ഈ അവസാന അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുവാനുള്ള ആയുസ്സും ആരോഗ്യവും സന്മനസ്സും ആവേശവും ഈമാനും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. രാവിനെ പകലാക്കിയ അസ്റഫുൽ ഖൽഖിന്റെ സുന്നത്തിനെ അതേപോലെ തന്നെ കഴിവിന്റെ പരമാവധി പ്രാവർത്തികമാക്കാൻ റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. റഹ്മാനാഥ, ശാരീരികമായ ആവേശവും ശാരീരികമായ ആരോഗ്യവും ഉന്മേഷവും നൽകുന്നതോടൊപ്പം നിന്റെ ദീനിനു വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സമയമായി ഇതിനെ വിനിയോഗിക്കാനുള്ള സന്മനസ്സും കൃപയും കൂടി നീ ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഈ 10 ദിവസങ്ങളിലൂടെ മുഴുവനായും കടന്നു പോകാനും ഈ 10 ദിവസങ്ങളുടെ പൂർണ്ണമായ പുണ്യം സമ്പാദിക്കാനും ഈ 10 ദിവസങ്ങളുടെ പിൻബലത്തിലേറി നാളെ നിന്റെ മുമ്പിൽ അന്തസ്സോടുകൂടി വന്നു നിൽക്കാനും കഴിയുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ഞങ്ങളുടെ കൺമണികളായ മക്കളെയും ഇണകളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും ഉൾപ്പെടുത്തേണമേ റഹ്മാനെ. നീ നൽകിയ മുഴുവൻ നിഅമത്തുകളെയും നിന്റെ സമാധാനം നിന്റെ സന്തോഷത്തിൽ ലഭിക്കുന്ന വിഷയങ്ങളിലേക്ക് വിനിയോഗിക്കുവാനുള്ള സന്മനസ്സും ഈമാനും നൽകണമേ റഹ്മാനെ. പിശാചിൻ്റെതായി വരുന്ന എല്ലാ വിധത്തിലുള്ള ദുസ്വാധീനങ്ങളിൽ നിന്നും നിന്നിലല്ലാതെ ഞങ്ങൾക്ക് രക്ഷയില്ല, നിന്നിൽ നിന്നല്ലാതെ ഞങ്ങൾക്ക് പ്രതീക്ഷയുമില്ല. റഹ്മാനായ റബ്ബേ, ഈ സമുദായത്തിൻ്റെയും വിശിഷ്യായ ഇതിൻ്റെ യുവത്വത്തെയും ഇതിൻ്റെ മക്കളെയും ഇതിൻ്റെ സഹോദരിമാരെയും നിന്റെ ദീനിന്റെ അഭിമാനങ്ങളാക്കി നിലനിർത്തുവാനും ജീവിക്കുവാനുമുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. ഇബാദത്തുകളിൽ മുഴുകാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഒരുപോലുള്ള ആവേശവും സന്മനസ്സും നൽകണമേ റഹ്മാനെ. ഈ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമേ റഹ്മാനെ. ഈ റമദാൻ കടന്നു പോകുന്നതോടുകൂടി ഞങ്ങളുടെ മരണം വരുന്നുവെങ്കിൽ സ്വർഗ കവാടങ്ങൾ ഇട്ടും ഞങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിട്ടുന്ന രൂപത്തിലുള്ള ഉയർച്ച ഈമാനികമായി ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും ഞങ്ങളുടെ എല്ലാ വീഴ്ചകളും ദൗർബല്യങ്ങളും പരിഹരിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ചെറുതും വലുതുമായ രോഗങ്ങളെല്ലാം ശിഫയാക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ സ്വാലിഹായ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി തരണമേ റഹ്മാനെ. എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും എല്ലാ ദുശീലങ്ങളിൽ നിന്നും എല്ലാ ദുർവിചാരങ്ങളിൽ നിന്നും എല്ലാ ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്നും ഈ സമുദായത്തിന്റെ മക്കളെ ഞങ്ങളെ ഉൾപ്പെടെയുള്ളവരെ കാത്ത് രക്ഷിക്കണമേ റഹ്മാനെ. പുറത്ത് വിരിക്കപ്പെട്ട് കിടക്കുന്ന വിശാലമായ ചതിക്കുഴികളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങളുടെ സഹോദരികളെ ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ റഹ്മാനെ. ദീനിന്റെ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന ദീനിന്റെ അന്തസ്സ് നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള എല്ലാ തരത്തിലുള്ള സമീപനങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ കാത്ത് രക്ഷിക്കണമേ റഹ്മാനെ. ദീൻ എന്നത് അഭിമാനമായി കൊണ്ടു നടക്കാൻ കഴിയുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ റഹ്മാനെ. മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരാക്കി മാറ്റണമേ റഹ്മാനെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. اللهم أجرنا وأجر والدينا وأهلنا من النار. اللهم نجنا من كل الكروب والآفات. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك عيشة طيبة وميتة نقية ومردا غير مخزٍ ولا فالح. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا وقيامنا وصيامنا وصالح أعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
عليهم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين وصلى الله وسلم على محمد